മൂക്ക് തണുപ്പടിച്ച് കരിനീലിച്ചു. നമ്മളിപ്പോ എവിടാച്ചാ അമ്മേ ഞങ്ങൾ അങ്ങനെ ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അച്ഛനും അമ്മയും ഓസ്ട്രേലിയ വന്നിട്ട് വിയന്ന കാണാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് മാർക്കറ്റ് മാത്രമല്ല വിയന്ന ഞങ്ങൾ കുറേ കറങ്ങി നടന്ന് കണ്ടു സിറ്റിയൊക്കെ. പിന്നെ നമ്മൾ നേരെ വന്നത് പ്രേറ്ററിലോട്ടാണ്. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്, അതേപോലെ നല്ല ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെയാണ്. ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് അവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് കാരണം ഒട്ടും തിരക്കില്ലായിരുന്നു. മിക്ക റൈഡുകളും എംപ്റ്റി ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 80% റൈഡുകളിൽ ഞങ്ങൾ കയറി. ഒരിടത്ത് പോലും ലൈൻ നിൽക്കേണ്ടി വന്നില്ല. നല്ല സുഖമായിട്ട് ഞങ്ങൾ എല്ലായിടത്തും കയറി നന്നായിട്ട് കണ്ടു. ഇതിനകത്തും ചെറിയ ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കുഞ്ചാക്കോ ബോബൻ്റെ മഴവില്ല് മൂവി കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ വെച്ചിട്ടാണ് ഒരു പാട്ടിൻ്റെ കുറച്ചൊക്കെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പാട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. പിന്നെ ഈ വീനർ റൈസ് ആൻഡ് റാഡ് എന്ന് പറയുന്നത് ജൈൻ വീലല്ല. ഞാനും ദീപും ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ജൈൻ വീലാണെന്നോർത്ത് വലിയൊരു ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജൈൻ വീലല്ല എന്ന്. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ജൈൻ വീലിലുള്ള ടിക്കറ്റ് കിട്ടും. അമ്മയാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടി കിട്ടി. പക്ഷെ ദീപുവിനും അച്ഛനും ഒരു ഇടി പോലും കിട്ടിയില്ല. Thank you. അയ്യോ ഇതിങ്ങനെ ഇരിക്കുമോ? എന്നടിയാണ് പറയുന്നേ? ചോദിച്ചു നോക്കാം. The fun starts immediately. മലയാളം അറിയാമോ? മലയാളം தெரியுமா?
താങ്ക് യു. ഞങ്ങള് ജൈൻ വീല് കണ്ടുപിടിച്ചു. ഈ ജൈൻ വീലിൽ കയറാൻ വേണ്ടിയിട്ട് ദീപു ടിക്കറ്റ് എടുക്കുവാണ്. നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ജൈൻ വീല് ട്രിപ്പാണ്. ഞങ്ങളിപ്പം ജൈൻ വീലിലാണ്. വിയന്നയിൽ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജൈൻ വീലിൽ കയറാൻ പറ്റിയില്ല. ഇന്ന് അതുകൊണ്ട് ഈ ജൈൻ വീല് മുഴുവനായിട്ട് വർക്ക് ചെയ്ത ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആരുമില്ല. ഇന്ന് ഭയങ്കര തണുപ്പും മഴയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് കാണാം. ഏതായാലും ഇവിടെ ഇരുന്നാല് നമ്മളിപ്പോ ഏറ്റവും മോളിലെത്തി. ആ കറങ്ങി അച്ഛന്നാലേ എനിക്ക് കാണത്തുള്ളൂ. നോക്ക് താഴോട്ടൊക്കെ നോക്ക്, അവങ്ങോട്ടൊക്കെ നോക്ക്. അതെ ദീപന് കുഴപ്പമുണ്ടോ ഈ പേടി ഈ പൊക്കം? അതൊന്നും താഴോട്ട് പോവാ ഇപ്പൊ ഇനി നമ്മള്. അതുകൊണ്ട് നമ്മള് മാത്രമേ ഉള്ളൂ ഈ റൈഡില്. നോക്ക മിക്ക റൈഡുകൾ എംടി ആണ്. ആണോ? അതെ 2 പ്രാവശ്യം കാണുള്ളൂ. ഇന്ന് ആൾക്കാരില്ലാത്തോണ്ടാ ഇട്ട് കറക്കുക. ആവശ്യത്തിന് കയറി കണ്ടോളാൻ. കൊള്ളാല്ലേ? ഇല്ല ഇത് കാണാൻ നമ്മളിപ്പോ എവിടാ അച്ഛാ? അമ്മേ കൈയൊക്കെ ഐസായി. ഇത് വല്ലാത്ത ശിക്ഷയായി പോയി. ഇത്രേ ഉള്ളു. ഇത് ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ 3 റൗണ്ട് ഞങ്ങളെ കറക്കി. ഇനിയിപ്പോ ഈ റൗണ്ടിൽ ഞങ്ങൾ ഇറങ്ങും. അതെ ക്രിസ്മസ് മാർക്കറ്റ് മുഴുവൻ കണ്ടുവിടുന്നത്. ശ്വാസം കിട്ടുമോ ചോദിച്ചോട്? Camera like a play game. Okay. Kamera schnappen, Leute. Hier ist schon das erste Viecherl. എനിക്ക് 130.
Da werden wir jetzt ein Quietschen sprechen. നമ്മളിവിടെ പോവാ. ദീപു പ്ലേ ചെയ്തിട്ട് ദീപു കിട്ടിയ പോയിന്റ് ആണ് 1190. അച്ഛന് 760, അമ്മയ്ക്ക് 120, എനിക്ക് 440. ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് മാർക്കറ്റുകളിലെല്ലാം കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ പുൻഷ്. നല്ല തണുത്തിരിക്കുന്ന സമയത്ത് ഈ ചൂടായിട്ടുള്ള പുൻഷ് കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഒരു നല്ല ചൂട് കിട്ടും. അത് പല ഫ്ലേവറിൽ കിട്ടും. ഓറഞ്ചും അതേപോലെ ആപ്പിളും പിന്നെ ആൽക്കഹോൾ ഇടാതെ ഇട്ടും തരും. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അച്ഛനും അമ്മയും ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. അവർക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ തണുപ്പത്ത് ഒരു സുഖം എന്നും പറഞ്ഞ് അമ്മ കുടിക്കുമായിരുന്നു. അച്ഛനും വലുതായിട്ട് ഇഷ്ടപ്പെട്ടേ ഇല്ല. ഞങ്ങൾ ഓറഞ്ചും അതേപോലെ ആപ്പിളിൻ്റെ ഫ്ലേവറും വാങ്ങിച്ചു. അതിൽ ഭേദം ഉണ്ടായിരുന്നത് ഓറഞ്ച് തന്നെയായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ പോകുമ്പം ഈ ഒരു ഐറ്റം മിസ്സാക്കണ്ട. നല്ല തണുപ്പും കാറ്റും ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഈ ക്രിസ്മസ് മാർക്കറ്റ്. അവരുടെയും ഞങ്ങളുടെയൊക്കെ കൈ ഭയങ്കരമായിട്ട് തണുത്ത് മരച്ചു പോയി. പിന്നെ ഞങ്ങൾ ഒരുപാട് റൈഡുകളിൽ കയറി. ഇന്ന് തിരക്കേ ഇല്ലായിരുന്നു ഒരു റൈഡിലും കയറാൻ. മിക്ക റൈഡുകളും ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒടിഞ്ഞാല് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പറ്റിച്ചെയ്യുന്നില്ലല്ലേ അമ്മ? അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിചയമില്ല, കണ്ടു പരിചയമുള്ള അല്ലാതെ നമുക്കിതൊന്നും പരിചയമില്ല. അതെ അതെ, അല്ല ആരൊക്കെ നോക്കാമായിരുന്നു. മൂക്കൊക്കെ എന്നാ ചുമന്നത്? തണുപ്പ് തണുപ്പ് ഭയങ്കര തണുപ്പ്. സ്ട്രോബെറി പോലെ മൂക്ക്. അവിടുത്തെ ബ്ലഡ് കട്ട പിടിച്ചെന്നാ തോന്നുന്നത്. അമ്മ എന്നാ അമ്മ ഇത്? എന്റെ മൂക്ക് തണുപ്പടിച്ച് കരിനീലിച്ചു. കർട്ടൻ പൊക്കൂ. മൊത്തത്തിൽ ഞങ്ങൾ നല്ല ഫ്രീസായി ഇരുന്നത് കൊണ്ട് ഒരുപാട് നേരം നമ്മൾ അങ്ങനെ വെളിയിൽ നിന്നില്ല. മഴയും പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. പക്ഷെ അവർ കണ്ടു ക്രിസ്മസ് മാർക്കറ്റ്, അതേപോലെ പുൻഷും ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ കുറേ റൈഡുകളിൽ നമ്മൾ കയറി. സോ ഓൾ ടുഗദർ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. തണുപ്പ് മാത്രമാണ് അവർ വെറുത്തു പോയത്. അതുമാത്രമല്ല നെക്സ്റ്റ് ഡേ ആണ് അച്ഛനും അമ്മയ്ക്കും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റും. സോ ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോയി. അച്ഛനും അമ്മയും അപ്പം നാട്ടിലോട്ട് പോകുന്ന വീഡിയോസൊക്കെ എൻ്റെ നെക്സ്റ്റ് വ്ലോഗിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ബൈ ബൈ.